ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഉറക്കം എന്നുള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉറക്കത്തിന് വേണ്ടി ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, നമുക്ക് ഏറ്റവും കാര്യമായിട്ട് വേണ്ട ഒരു ഇതാണ് ഉറക്കം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും പക്ഷെ ശ്രമിക്കാറില്ല, അല്ലേ? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ കാര്യമാണ് നമ്മൾ ഉറക്കത്തിനെ കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രാത്രി എത്ര നേരം വേണമെങ്കിൽ ഇരിക്കും, നമ്മൾ ഉറക്കമുളച്ചിരുന്ന് പഠിക്കും. പല പ്രശ്നങ്ങളും, അതായത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. കാരണം ഉറക്കത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റിലാക്സേഷൻ ടൈമാണ്, അതിൻ്റെ റെസ്റ്റിംഗ് ടൈമാണ് ഉറക്കം എന്നുള്ളത്. അപ്പൊ നമുക്ക് രണ്ടിനും, അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് എന്ത് വേണം? റെസ്റ്റ് ആവശ്യമുണ്ട്. അത് കൊടുക്കാതെ ഇരുന്നാൽ നമ്മുടെ മൊത്തം പ്രവർത്തനങ്ങൾ താറുമാറാകും. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ അറിയാം, ഉറക്കം ശരിക്ക് കറക്റ്റായിട്ട് ഒരു 7 മുതൽ 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ വരെയാണ് വലിയവരിലും. കുട്ടികളിൽ നിയർലി 9 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറക്കം കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം നമുക്കൊരു ക്ഷീണവും ഉറക്കം വരലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെ ടിപ്സാണ്, എന്തൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയാണ് നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്, പേഷ്യൻസും ഉണ്ട്, ഉറങ്ങാൻ സമയമില്ലാത്തവരും ഉണ്ട്, അല്ലേ? ഒരുപാട് തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഡെയിലി കാണുകയാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, രാത്രി നമ്മുടെ മസിൽസും നമ്മുടെ മൈൻഡും എല്ലാം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. ഫുൾ ടൈം ഉറങ്ങണമെന്നല്ല, ആവശ്യത്തിനുള്ള സമയം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം വിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. കൂടുതൽ ഉറങ്ങേണ്ട കാര്യമില്ല. കൂടുതൽ ഉറങ്ങും തോറും നമുക്ക് എന്താവും? നമുക്ക് പിന്നെയും ക്ഷീണം വരിക തന്നെയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു 8 മണിക്കൂർ വരെ മാക്സിമം ഉറങ്ങാം. അങ്ങനെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഓക്കെ. പിന്നെ വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉള്ളതാണ്. റൂമിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു വൃത്തി, അതായത് ബെഡ്ഷീറ്റ് വിരിക്കാൻ അല്ലെങ്കിൽ പൊടി ഇല്ലാതെ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ഓരോരുത്തരും ഓരോ പ്രകൃതമാണ്. ചിലവർക്ക് തണുപ്പാണ് ഇഷ്ടം, ചിലവർക്ക് ചൂടാണ് ഇഷ്ടം. എങ്ങനത്തെ ടെമ്പറേച്ചർ ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. പുതപ്പ് പുതയ്ക്കുന്നവർ പുതപ്പ് പുതയ്ക്കുക, പുതയ്ക്കാത്തവർ പുതയ്ക്കുക. എന്ന് വെച്ചാൽ എങ്ങനെയാണോ നമുക്ക് ആ റൂം കൊണ്ടുവരേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ റൂം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിച്ചവും അതുപോലെ തന്നെ, ചിലവർക്ക് ഒട്ടും വെളിച്ചം വേണ്ട, ചിലവർക്ക് നേരിയ വെളിച്ചമാകാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൂം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മുടെ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുക. ഭക്ഷണം 2 മണിക്കൂർ മുന്നേ സ്റ്റോപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് ഗ്യാസ് കയറാതിരിക്കും, വയറിന് അസ്വസ്ഥത ഉണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാം. പിന്നെ ഒത്തിരി നേരത്തെ ഭക്ഷണം കഴിച്ച് നിർത്തുന്നവരാണെങ്കിൽ ചെറിയൊരു മിൽക്ക്, ചെറിയ ചൂടിൽ ഒരു പാല് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കഫീനുള്ള സാധനങ്ങൾ, ആൽക്കഹോൾ അങ്ങനത്തെ ഒന്നും രാത്രിയിൽ പ്രത്യേകിച്ച് ഒരു ഡിന്നറിന് നമ്മൾ എടുക്കാതിരിക്കുക. അത് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അത് 2 മണിക്കൂർ. പിന്നെ 1 മണിക്കൂർ മുന്നേ നമ്മുടെ ഗാഡ്ജറ്റ്സ്, അതായത് ഫോണ്, TV ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം, ഉറക്കം വരണമെങ്കിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യോ, ഒരു എന്താ പറയുക, ഒരു റിലാക്സിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്കുകൾ വായിക്കുകയോ ചെയ്യാം. ഗാഡ്ജറ്റ്സ് മാക്സിമം ഒരു 1 hour മുന്നേ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി രാത്രിയിൽ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ചെറിയൊരു ലൂക്ക് വാം വാട്ടറിൽ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മേല് കഴുകി കിടക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടത്, നല്ലപോലെ നെഗറ്റീവ് തോട്ട്സ് രാത്രിയിൽ വരാതെ ശ്രദ്ധിക്കുക. കിടക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ചിന്തയും, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ടെൻഷൻസ് ആണ് നമ്മൾ ഓർക്കുന്നത്. അത് ഓർക്കാൻ അത്ര ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുക. ഇനി നെഗറ്റീവ് തോട്ട്സ് തന്നെ കയറി വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവാക്കി ചിന്തിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ, നമ്മുടെ വീടിൻ്റെ പണി തീർന്നിട്ടില്ല, നീറ്റ് എക്സാമിന് പാസ്സാവോ,
നാളത്തെ സ്കൂളിലെ പ്രശ്നം എന്താവും, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അതിൽ നമ്മുടെ വർക്ക് പെൻഡിങ്ങുകൾ തീരുമോ എന്നുള്ള എന്ത് ആങ്സൈറ്റി ആണെങ്കിലും ഇതെല്ലാം തീർന്നു എന്ന് വിചാരിച്ച്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് എടുക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരിക. അതാണ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഇപ്പം എന്താ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളൊരു ഫെസ്റ്റ് എത്തുന്നത് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് കിടക്കാം, അല്ലെങ്കിൽ നമ്മൾ നല്ല ഭംഗിയായിരിക്കുന്നത്, ചിലവർക്ക് ചുളിവുകൾ കുറയുന്നത് എന്ന് വെച്ചാൽ എന്താണോ നമ്മുടെ ഉള്ളിലെ പ്രശ്നം, തടി കുറയുന്നത് അല്ലെങ്കിൽ തടി കൂടുന്നത്, എങ്ങനെയാണോ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സ് നമ്മൾ കിടക്കുമ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പതുക്കെ ഉറക്കം വരാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് കയറി വരുന്നതെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയുടെ ലെവൽ കൂടും, ചെറിയ രീതിയിലൊരു നെഞ്ചിരിപ്പൊക്കെ തോന്നും, അതോടുകൂടി നമ്മുടെ ഉറക്കം പോകും. പിന്നെയും ഉറക്കം വരാൻ സമയം എടുത്തുകൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മസിൽസും ഒരു പരിധി വരെ റിലാക്സ് ചെയ്യേണ്ടത് ഈവനിങ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ഈവനിങ്, അതായത് നമ്മളൊരു എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെറുതെ ഇരിക്കുന്നവർക്ക് ഉറക്കം വരില്ല, തീരെ പണിയൊന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ഉറക്കം വരില്ല. അപ്പോൾ അതുകൊണ്ട് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ രാവിലെയോ ഒരു ഈവനിങ്ങോട് കൂടി മാക്സിമം അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് എക്സസൈസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് കുളിച്ച് വന്ന് കിടക്കുന്നത് നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ട്വിച്ചിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിർത്തില്ല. കുറച്ച് സമയം കൂടി നമ്മുടെ മസിൽസ് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ചിലവർക്ക് ഉറക്കം കിട്ടാൻ പ്രയാസം കാണാറുണ്ട്. അതേപോലെ പഠിക്കുന്നതിലും ഒരു പ്രശ്നമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അബാക്കസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളിൽ, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക മെൻ്റൽ വർക്ക്, മാത്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് രാത്രി വരെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിടന്നാലും ഉറക്കം വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു ഹാഫ് ആൻ അവർ ബിഫോർ എങ്കിലും നമ്മൾ പഠിത്തം നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കിടക്കാൻ ശ്രമിക്കുക. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉറക്കം ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു പ്രാർത്ഥനയോടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങളും ഒരു പരിധി വരെ പലതരത്തിലുള്ള ഡ്രീംസ് ഉണ്ട്. ചിലവർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രീം കാണും, എന്നാൽ പേടിക്കുന്നത് ഒന്നും കാണില്ല. ചിലവർ പേടിക്കുന്ന ഡ്രീംസ് മാത്രമേ കാണൂ, ആക്സിഡന്റ്, കൊലപാതകം, ഇങ്ങനെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ചിലവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒന്നും ഡ്രീംസ് നമുക്ക് എന്താ പറയുക, അടുത്ത ദിവസം നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉറക്കം ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡ്രീംസ് കുറയ്ക്കാൻ വേണ്ടി ഡ്രീംസുകൾ എഴുതി വെക്കുക. മാക്സിമം എന്താ പറയുന്നത്, അതിനെ അനലൈസ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ കാണില്ല എന്ന് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ഒരു 10 പ്രാവശ്യം പറയുകയാണ്, ഇന്ന് ഞാൻ സ്വപ്നമൊന്നും കാണില്ല, ഞാൻ നന്നായിട്ട് ഉറങ്ങും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കിടക്കാൻ ശ്രമിക്കുക. ഇതൊന്നും മെഡിസിൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തീരെ നമുക്ക് ഡ്രീംസ്, അതായത് സ്വപ്നം ഒഴിവാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ഡ്രീംസ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് മരുന്ന് തന്നെ കഴിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ പ്രകൃതമുള്ളവരിൽ മരുന്ന് കഴിക്കുന്നതാണ് ഉത്തമം. അപ്പം അങ്ങനെ സ്വപ്നങ്ങളും ഒരു പരിധി വരെ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അസുഖങ്ങളായിട്ട് പല കേസസ് ഉണ്ട്. രാത്രിയിൽ എപ്പോഴും മൂത്രം ഒഴിക്കുക, അല്ലെങ്കിൽ രാത്രിയിൽ ഒരു 3 മണി കഴിഞ്ഞാൽ ഉറക്കം വരാതിരിക്കുക, ഇങ്ങനത്തെ പല കേസുകളും ഉണ്ട്. അത് ഞാൻ ഇപ്പം പറയുന്നില്ല, ഞാനിപ്പം ഈ ഒരു ടിപ്സ് മനസ്സിലാക്കി തരുവാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഡോക്ടറെ കാണിച്ച് കറക്റ്റാക്കി എടുക്കണം ഉറക്കം. കാരണം അടുത്ത ദിവസം അല്ലെങ്കിൽ വളരെ ക്ഷീണിതയായും, അതായത് നമ്മുടെ ഫിസിക്കൽ കാര്യങ്ങൾ, അതായത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഫിസിക്കലി പോകണം, വരണം, അങ്ങനത്തെയൊക്കെ, അതായത് കാലുകൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന ഫിസിക്കൽ കാര്യങ്ങളിൽ സ്ലോ ആവുന്നത് കാണാം. മെൻ്റലി ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന മെൻ്റൽ വർക്ക്സ്, അതായത് ഇപ്പോൾ കണക്ക് കൂട്ടുക, അതൊക്കെ സ്ലോ ആവും. സ്ലോ ആയിട്ടും നമ്മൾ ഉറക്കം ശരിയാക്കുന്നില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് വരാം, ഓർമ്മക്കുറവ്, ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, അതായത് വെച്ച കാര്യം വെച്ചത് ഓർമ്മയില്ല, കാര്യങ്ങൾ വിട്ടുപോകുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ, കഫീൻ ഉള്ളത് മാക്സിമം ഒഴിവാക്കുക, ഭക്ഷണം, ആൽക്കഹോള്, സ്മോക്കിങ്, ഇങ്ങനത്തെ എല്ലാം ഒഴിവാക്കണം. നിർബന്ധമായും അത് പറയുന്നതിന്റെ പ്രധാന കാരണം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരും. അതിൽ പ്രധാനമായിട്ടുള്ളത് ഒബേസിറ്റി തന്നെയാണ്. ഈ വയറ് ചാടുന്നത് വഴി നമുക്ക് എന്ത് സംഭവിക്കും, സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് രാത്രിയിൽ പെട്ടെന്ന് ഉള്ള ഒരു അവസ്ഥയാണത്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി തോന്നും, നമുക്ക് ശ്വാസം വലിക്കാൻ കഴിയാതെ വരുന്നു, ഒരു സ്നോറിങ് ഉണ്ടാവുന്നു, അതായത് നല്ല രീതിയിലുള്ള കൂർക്കം വലി, പിന്നെ നമുക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു, എഴുന്നേക്കുന്നു, പിന്നെ നമ്മുടെ ഉറക്കം പോകുന്നു. സ്ലീപ്പ് ആപ്നിയ സിൻഡ്രോമിന്റെ ഒരു ജനറൽ വശമാണ്, പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതും ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒബേസിറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ്, വയറ് കൂടാതെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജങ്ക് ഫുഡ് ഒഴിവാക്കുക, കഫീൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുൻപേ കഴിക്കുന്നത് ഒരു പ്രശ്നത്തിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കാം. പിന്നെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുന്നത്, മനസ്സ് ശാന്തമാക്കി വെച്ച് കിടക്കാനുള്ള ഇത് എല്ലാവരും ചെയ്യുക. ആവശ്യത്തിന് ഉറങ്ങാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുന്നത്, ഒരു അടുത്തൊരു ദിവസം നല്ല ഉണർവോടെ കുറച്ചും കൂടി നല്ല രീതിയിൽ, ഇപ്പം നമ്മൾ ഓർക്കും ഇത്രയും സമയം ചെയ്തല്ലോ, അപ്പം എൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, നമ്മൾ എത്ര നേരം ചെയ്യുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്, ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര സ്പീഡിൽ ചെയ്തു എന്നുള്ളതാണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും, കുറേ നേരം നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുക, 12 മണി 1 മണി വരെ നമ്മൾ പണി ചെയ്തു, നമ്മുടെ പണി സ്പീഡിൽ തീരണമെന്ന് നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സ്മാർട്ട് വർക്കിലോട്ട് മാറണം. അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് 10 മണിക്ക് തീർന്നാലും ഒരു ഇഷ്യൂവും ഇല്ല. പക്ഷെ നമ്മൾ തീർത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള സ്പീഡ് നമ്മുടെ മനസ്സിനും, അതായത് നമ്മുടെ മെന്റൽ വർക്കും ഫിസിക്കൽ വർക്കും ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും വേഗം നമ്മുടെ പണികൾ കഴിച്ചിട്ട് കിടക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ കുറേ നേരം വർക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ഉന്നമനം ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മളെല്ലാവരും സ്മാർട്ട് വർക്കിലോട്ട് മാറുക. നല്ലത് ആശംസിക്കുന്നു. താങ്ക് യു.